മനസാക്ഷിയുള്ളവരെയെല്ലാം ഞെട്ടിച്ച മഹാദുരന്തമായിരുന്നു ഒരു വർഷം മുൻപ് വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായത്. 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. അതിനുമപ്പുറമായിരുന്നു അവശേഷിച്ചവർ അഭിമുഖീകരിച്ച നിലനിൽപ്പ് പ്രതിസന്ധി. ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട വ്യക്തികളും സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങളും നിരവധിയായിരുന്നു. മരിച്ചവരെ ഓർത്തുള്ള തീവ്ര ദുഃഖത്തോടൊപ്പം അതിജീവിച്ചവരുടെ പുനരധിവാസവും വെല്ലുവിളിയായിരുന്നു. എന്നാൽ ദുരന്തമുണ്ടായി ഒരു വർഷമാകുമ്പോൾ ഇരകൾക്ക് അസാധാരണ സഹായങ്ങളും പുനരധിവാസത്തിന് വേഗതയേറിയ നടപടികളുമാണ് സംസ്ഥാന സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. കൈയയച്ചുള്ള സഹായങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുണ്ടായി. എല്ലാവരും പ്രതീക്ഷിച്ച സഹായം ലഭിക്കാതിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും മാത്രമായിരുന്നു. എങ്കിലും നിശ്ചിത സമയത്തിനകം പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഇച്ഛാശക്തിയോടെ LDF സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ചൂരൽമല ദുരന്തത്തിന്റെ പ്രത്യേകത പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ നാശങ്ങൾ മാത്രമായിരുന്നില്ല, തുടക്കം മുതൽ നുണകളുടെ ഉരുൾപൊട്ടൽ പ്രവാഹമുണ്ടായി എന്നതാണ്. ഉരുൾപൊട്ടലിന്റെ കുത്തിയൊഴുക്ക് അവസാനിക്കുന്നതിന് മുൻപേ മരിച്ചവരുടെ ജഡങ്ങൾ മുഴുവൻ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഭരണ സംവിധാനങ്ങളും ജനങ്ങളുമാകെ കൈമൈ മറന്ന് കഠിനാധ്വാനം നടത്തവേ ആദ്യ നുണയുടെ വിസ്ഫോടനമുണ്ടായത് ഇന്ത്യൻ പാർലമെന്റിലായിരുന്നു. ദുരന്തത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയെന്നും മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നുമുള്ള കുറ്റപ്പെടുത്തൽ കേന്ദ്ര ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതലക്കാരൻ കൂടിയായ ആഭ്യന്തരമന്ത്രി അമിത് ഷായിൽ നിന്നാണ് ഉണ്ടായത്. വസ്തുതകൾ നിർത്തി സംസ്ഥാന സർക്കാർ ഖണ്ഡിക്കുന്നത് വരെയുള്ള മണിക്കൂറുകൾക്കേ അതിന് ആയുസ്സുണ്ടായുള്ളൂ. അവിടെ നിന്നാരംഭിച്ച നുണപ്രചരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അടുത്ത ഘട്ടമെന്ന നിലയിലായിരുന്നു ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനുമുള്ള കേന്ദ്ര സഹായം സംബന്ധിച്ച നുണകളുടെ പ്രവാഹം. നിയമപ്രകാരം എല്ലാ വർഷവും സംസ്ഥാനങ്ങൾക്ക് നൽകാറുള്ള തുക അനുവദിച്ചത് ചൂരൽമലയ്ക്കുള്ള പ്രത്യേക സഹായമെന്ന് വരുത്താനുള്ള പ്രചരണങ്ങളായിരുന്നു തുടർന്നുണ്ടായത്. വായ്പയായി ധനസഹായം അനുവദിക്കുന്ന അപൂർവ നടപടിയും കേന്ദ്ര സഹായമായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതിന്റെ പൊള്ളത്തരങ്ങൾ കണക്കുകളിലൂടെ സർക്കാരും വാർത്താ മാധ്യമങ്ങളും തുറന്നു കാട്ടിയതോടെ പൂർണ്ണമായും പൊളിഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് നിശിത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതിന്റെ ജാള്യതയിൽ പോലും പ്രത്യേക ധനസഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതുമില്ല. ഇതിന്റെയെല്ലാം ഒടുവിലാണ് ദുരന്തത്തിന്റെ വാർഷികമാകുമ്പോൾ പുനരധിവാസം സംബന്ധിച്ച് പുതിയ നുണക്കഥകൾ മെനയുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കാൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ചിലരുയർത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ. ടൗൺഷിപ്പ് നിർമ്മാണത്തെ സംബന്ധിച്ചാണ് പുതിയ കുപ്രചരണങ്ങൾ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉടൻ നടപടി ആരംഭിച്ചുവെങ്കിലും നിയമവ്യവഹാരങ്ങൾ കാരണമുണ്ടായ സ്വാഭാവിക വൈകല്യനെ സർക്കാർ വീഴ്ചയായി വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. 3 മാസങ്ങൾക്കകം മാതൃകാ വീട് പണിതതിനെ 1 വർഷമെടുത്തെന്നും പുനരധിവാസ വീടുകളുടെ പൂർത്തീകരണത്തിന് കാലങ്ങൾ എടുക്കുമെന്ന നുണകളായി പിന്നീട്. മാതൃകാ വീട് കണ്ട ഗുണഭോക്താക്കൾ സ്വപ്നതുല്യമാണെന്ന സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടും കുപ്രചരണങ്ങൾക്ക് കുറവേതുമുണ്ടായില്ല. ഒരേ സമയം എല്ലാ വീടുകളുടെയും പണി ആരംഭിച്ചാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാമെന്നിരിക്കെയാണ് സാമാന്യ ബോധം പോലും ഇല്ലാത്ത പ്രചരണം പ്രതിപക്ഷത്തെ ഉന്നത നേതാക്കൾ പോലും ഏറ്റെടുത്തത്. വീടിന്റെ ഘടന, നിർമ്മാണ രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കുപ്രചരണങ്ങൾ ഉണ്ടായി. പണം വിനിയോഗിക്കുന്നതിൽ അപാകങ്ങൾ ആരോപിക്കാനും ശ്രമിച്ചു. വെള്ളക്കടലാസിൽ എഴുതി നൽകുന്ന അപേക്ഷയിലൂടെ എല്ലാ വിവരങ്ങളും നിയമപ്രകാരം ലഭ്യമാകുമെന്നിരിക്കെ ധനലഭ്യതയും വിനിയോഗവും സംബന്ധിച്ച വ്യാജ പ്രചരണങ്ങൾ നിർബാധം നടത്തുകയാണ്. ഇതിനെല്ലാം സർക്കാർ കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതാത് സമയങ്ങളിൽ പുറത്തുവിടുന്നുണ്ട്. എങ്കിലും നിരന്തരമുള്ള ഇത്തരം പ്രചരണങ്ങൾ സംസ്ഥാനം ദുരന്തബാധിത വേളയിലും പുനരധിവാസത്തിന്റെ ആദ്യഘട്ടത്തിലും കാട്ടിയ കൂട്ടായ്മയെ തകർക്കുന്നതും ലോകത്തിനു മുന്നിൽ സംസ്ഥാനത്തെ അപമാനിക്കുന്നതുമാണ്. ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിക്കുക എന്നതുകൂടി ചെയ്യേണ്ടി വരുന്നത് പുനരധിവാസത്തിന്റെ സമയനഷ്ടം കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. സംസ്ഥാനത്തിന്റെ പൊതുവികാരത്തിനൊപ്പം നിൽക്കുവാൻ സന്നദ്ധമല്ലെന്നാണ് ഇതിലൂടെ UDFും BJPയും തൽപര കക്ഷികളും സ്വയം തെളിയിക്കുന്നത്. എന്തായാലും ഈ വർഷം ഡിസംബറിൽ തന്നെ പുനരധിവാസ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ജനുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്നും പ്രഖ്യാപിച്ച് സർക്കാർ മുന്നോട്ടു പോവുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള കുപ്രചരണങ്ങളിൽ കുടുങ്ങാതെ മഹാദുരന്തത്തിന്റെ ഇരകളാക്കപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും ഉത്തരവാദിത്വം.